ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഉപവാസത്തിലാണ്. സ്റ്റാൻലി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ആഹാരം കഴിക്കാതിരിക്കുന്നതൊക്കെ. കുട്ടിച്ചായനും അലീനയുടെ കൂടെ ചേർന്ന് ഉപവാസമാണെന്നാണ് പറയുന്നത്. ഇതേ സമയം തന്നെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ പൗലോസിനോടും ആൻ്റപ്പനോടും ചോദിക്കുന്നുണ്ട്, അലീന ഫുഡ് കഴിക്കുന്നില്ലേ? ഞങ്ങൾ പോയി വിളിച്ചതാണ് കേണൽ സാബ്, മേം സാബിന് വേണ്ടെന്നാണ് പറയുന്നത്. ശരിയെന്ന് പറയും. അതിനുശേഷം ബാലേന്ദ്ര മേനോനെ വിളിച്ച് അലീന സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന വീട്ടിലെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്ര മേനോനോട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ബാലചന്ദ്രനോടാണെന്നുള്ള കാര്യം. അലീനയ്ക്ക് കൂടുതൽ സ്നേഹം ബാലേന്ദ്ര മേനോനോട് ഉണ്ടെന്നുള്ളത് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് അലീനയോട് ചോദിക്കും, മോൾക്ക് മേനോനെ വലിയ ഇഷ്ടമാണല്ലേ? അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരു അനാഥ ആയിരുന്നല്ലോ പപ്പ. ആ സമയം ഞാനൊരു വീട്ടുജോലിക്കാരിയായിട്ടല്ലേ അച്ഛൻ്റെ വീട്ടിൽ ചെന്നത്. അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത് അവിടുത്തെ അച്ഛനെയാണ്. പക്ഷേ അമ്മയുടെ മകളാണ് ഞാനെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നോട് വലിയ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ സ്വന്തം മക്കളെ പോലെ തന്നെ അച്ഛൻ എന്നെയും സ്നേഹിക്കുമായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും, എനിക്ക് 4 മക്കളാണ്, എൻ്റെ മൂത്ത മകളാണെന്നാണ് എന്നോട് പറയുന്നത്. അത്രയ്ക്ക് സ്നേഹവും പരിഗണനയാണ് അച്ഛൻ എനിക്ക് തന്നിരുന്നത്. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനത്ര പോരാ അല്ലേ? അയ്യോ പപ്പ, ഞാൻ അങ്ങനെ വേർതിരിച്ചൊന്നും പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലാവും അലീന, മോൾക്ക് മേനോനോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്നുള്ളത്. അന്ന് മോളെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ നേരത്ത് ഞാൻ കണ്ടതാണല്ലോ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ. പപ്പയ്ക്ക് ഒരിക്കലും മേനോൻ്റെ കണക്കാവാൻ കഴിയത്തില്ല. മോള് അതുപോലൊരു അച്ഛനെയാണ് ആഗ്രഹിക്കുന്നതില്ലേ എന്നൊക്കെ പറയും. പപ്പ, ഞാൻ അച്ഛൻ എന്ന രീതിയിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചത് ബാലേന്ദ്ര മേനോൻ എന്ന അച്ഛനെ തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം പപ്പയില്ലേ ഇത്, പപ്പയോട് അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ലെന്ന് പറയും. എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ സ്നേഹം തന്നെയുള്ളെന്ന് പറയും. മോള് കരുതുന്നുണ്ടായിരിക്കും ഞാൻ മോളോട് മാത്രമാണ് ഇങ്ങനെ പരുഷമായ രീതിയിൽ പെരുമാറുന്നതെന്ന്. ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് മോളെ. സ്നേഹം കിട്ടിയാലല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് എനിക്ക് മോളോട് യാതൊരുവിധ ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല. മോൾ ആഹാരം കഴിക്കാതിരിക്കുന്നതിനകത്താണ് പപ്പയ്ക്ക് ഏറ്റവും വലിയ സങ്കടം. ഇപ്പം തന്നെ നോക്ക്, 2-3 ദിവസം ആഹാരം കഴിക്കാതിരുന്ന് മോള് നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ആളേ അല്ല. അതുകൊണ്ട് തന്നെ മോള് ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് പപ്പയുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇല്ലെങ്കിൽ ഇനി തൊട്ട് പപ്പയും ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറയും. അയ്യോ പപ്പ, പപ്പ ഭക്ഷണം എനിക്ക് വേണ്ടി കഴിക്കാതൊന്നും ഇരിക്കേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് പറയും. എനിക്ക് മോള് പപ്പ എടുത്തു തരാമെന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് സ്റ്റാൻലിയുടെ ഒരു പെരുമാറ്റം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ബാലചന്ദ്രൻ മേനോൻ അത്ര ഫ്രീ ആയിട്ടാണ് അലീനയോട് ഇടപഴകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് സ്റ്റാൻലിയും സംസാരിക്കുന്നതും. ശരിക്കും ബാലചന്ദ്രനെ തന്നെയാണ് അലീന സ്റ്റാൻലിയിലൂടെ കാണുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വന്നിരിക്കുന്നുണ്ട്. ആ സമയം അലീന സ്റ്റാൻലി ഫുഡൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സ്പൂണും നൈഫും ഒക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, വേണ്ട, മോൾക്ക് കൈകൊണ്ട് ഭക്ഷണം വാരി കഴിക്കുന്നില്ലേ ഇഷ്ടം, അതുപോലെ ചെയ്താൽ മതി. പപ്പയുടെ ഓരോ ദുശ്ശീലങ്ങളാണ് ഇതൊക്കെ. മോള് ഇതെന്തായാലും ചെയ്യണ്ട, മോള് കൈകൊണ്ട് തന്നെ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയും. എന്തായാലും ആദ്യമായിട്ട് പപ്പ എനിക്ക് വിളമ്പി തന്നില്ലേ, എനിക്ക് പപ്പ തന്നെ വാരി തരണമെന്ന് പറയും. പിന്നെന്താ, അങ്ങനെ അലീനയ്ക്ക് സ്റ്റാൻലി ആദ്യമായിട്ട് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. കുഞ്ഞുനാളിൽ കൊടുക്കാതിരുന്ന ഒരു സ്നേഹവും കെയറിങ്ങും എല്ലാം അലീനയ്ക്ക് കൊടുക്കുകയാണ്. ആ സമയം തന്നെ പൗലോസിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പൗലോസിനോട് പറയും, പൗലോസേ, ഈ ഇരിക്കുന്ന ആരാന്ന് അറിയാവോ? അറിയാം. ആരാ? കേണൽ സാബിൻ്റെ മകള്. ആ ഓർമ്മ നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അലീന എന്തു പറയുന്നു അതുപോലെ വേണം ഇവിടുത്തെ എല്ലാ പണികളും നീ ചെയ്യാൻ. നീ മാത്രമല്ല, വിനോദും. അവൾക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ആ സമയത്ത് അവിടെ കൊണ്ടുവരണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അലീന എന്ത് പറയുന്നു അതാണ് ഇനി നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതനുസരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണി മതിയാക്കി പൗലോസിന് പോകാം. പൗലോസ് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഇവിടുന്ന് പോയാലും വേറെ പല സ്ഥലത്തും പൗലോസിന് ജോലി കിട്ടുമെന്ന്. ആ വഴിക്ക് അന്വേഷിച്ചാൽ മതിയെന്ന് പറയും. അയ്യോ സാബ്, ഞാൻ അന്ന് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തുദ്ദേശമാണെങ്കിലും ഇതാണ് എൻ്റെ തീരുമാനം. ഇനി എന്നെക്കൊണ്ടൊന്നും സംസാരിപ്പിക്കരുത്. അങ്ങനെ ശരി സാബ് എന്ന് പറയും. മേം സാബ് പറയുന്ന കണക്ക് ഞാനെല്ലാം കേട്ടോളാം എന്ന് പറയും. അങ്ങനെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഡൈനിങ് ടേബിളിൽ ഒരു ചെറിയ ഫയറിംഗ് ഒക്കെ കേൾക്കുമ്പോൾ വിനോദും ആൻ്റപ്പനും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ പൗലോസെ ഡൈനിങ് ടേബിളിലൊരു സംസാരം കേട്ടത്? ഇനി തൊട്ട് എല്ലാം അലീന മേഡം പറയുന്ന കണക്ക് ചെയ്താൽ മതിയെന്ന്. ആര് പറഞ്ഞു?
കേണൽ സാബ്, ആ അതെ, കേണൽ സാബിൻ്റെ മകൾ മേം സാബ് പറയുന്ന കണക്ക് വേണം ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഞാൻ മാത്രമല്ല നിൻ്റെ അടുത്തും കൂടി പറയാനാണ് പറഞ്ഞത്. ഓ അങ്ങനാണോ? ആ ഇനി തൊട്ട് ആ കൊച്ചു പറയുന്ന കണക്കാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും വന്നപ്പോൾ തന്നെ കേണൽ സാബിനെ മാറ്റിയെടുത്തല്ലോ എന്ന് പറയും. അങ്ങനെ അത് നമ്മൾ കണ്ടതല്ലേ, വന്നപ്പോഴേ അവതക്കുട്ടിച്ചാൻ ഇവിടുന്ന് ആ കുട്ടിയെ പറപ്പിക്കാനാന്ന് പറഞ്ഞ് വന്നതായിരുന്നു. എന്നിട്ട് ആ കുട്ടിയെ കണ്ടതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു അക്ഷരം മറുത്ത് പറഞ്ഞു. എന്തോ ഒരു ആകർഷണ ശക്തിയുള്ള കൊച്ചാ അത് എന്നൊക്കെ ആൻ്റപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനി അലീനയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ ദൂർത്തും മറ്റ് അനാവശ്യ ചിലവുകളും ഒന്നും നടക്കത്തില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് അലീനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെയധികം സന്തോഷമായിട്ട് പോവുകയാണ്. ആ സമയത്താണ് അതിനുശേഷം മനു അലീനയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. മനുവിന് അലീനയുടെ വീട്ടിലോട്ട്, അതായത് അലീന താമസിക്കുന്ന കുളത്തോപ്പുള്ളിലെ വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്ത് മനു പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെ പഴയ കണക്കൊന്നും വിളിക്കുന്നു സംസാരിക്കുന്നൊന്നുമില്ല, പപ്പയും വല്യപ്പച്ചനെ കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു പോയോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുന്ന ഇതിലായിരുന്നു. എന്നിട്ടിപ്പോൾ എങ്ങനെയല്ല ശരിയായോ? പപ്പയ്ക്ക് ഇച്ചിരി മദ്യപാനം കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് അച്ഛനും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസം ഉപവാസം എടുത്തപ്പം വല്യപ്പച്ചനും എൻ്റെ കൂടെ നിന്നായിരുന്നു. വല്യപ്പച്ചൻ പിന്നെ എൻ്റെ കക്ഷിയാണ്. അങ്ങനെ വല്യപ്പച്ചനും ഞാനും കൂടി ചേർന്ന് സ്റ്റാൻലി പപ്പായെ ഒരുവിധം ഞങ്ങളുടെ കയ്യിലാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇനി സ്റ്റാൻലി പപ്പ അപ്പം നിൻ്റെ കയ്യിലായി? ഏകദേശം എന്നൊക്കെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് നിന്നെ ശരിക്കും നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. എനിക്കും അതേ കണക്കാ. മുമ്പ് കടപ്പാട്ടൂരായിരുന്ന സമയത്ത് മനുവേട്ടൻ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോകാമായിരുന്നല്ലോ എന്ന് നോക്കും. മനുവേട്ടൻ വീട്ടിൽ പോയി ബബിതയെ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. ഞാൻ കണ്ടു, അവളോട് സംസാരിച്ചു, അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ആ മുടിയനുമായിട്ടുള്ള പ്രേമവും അതിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നെ കാണാനായിട്ട് കുളത്തോപ്പുഴയ്ക്ക് വരുന്നുണ്ട്. സത്യമായിട്ടും വരുന്നുണ്ടോ? വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ മനു അലീനെ കാണാനായിട്ട് കുളത്തോപ്പുഴയിലോട്ട് ചെല്ലുന്നുണ്ട്. ഈ സമയം തന്നെ മനുവിനെ കാണുന്നതും നമ്മൾ സ്റ്റാൻലിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റാൻലി അത്ര ഇഷ്ടമില്ലാത്ത രീതിയിലാണ് മനുവിനോട് പെരുമാറുന്നത്. അത് അലീനയ്ക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.